ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ജീരകക്കഞ്ഞിയാണ്. നമ്മൾ റമളാൻ മാസത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ് ജീരകക്കഞ്ഞി. ചിലവരൊക്കെ പള്ളിക്കഞ്ഞി, നോയമ്പ് കഞ്ഞി എന്നൊക്കെ പറയും. ഞങ്ങളുടെ ജീരകക്കഞ്ഞി എന്നാ പറയാറ്. നല്ല ഹെൽത്തി ആണിട്ടത്. ആരോഗ്യത്തിന് നോയമ്പൊക്കെ തുറന്നൊക്കെ കഴിയും നമുക്ക് കഴിക്കാനായിട്ട് വയറിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ജീരകക്കഞ്ഞി. അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഏതരിയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ റേഷൻ അരി എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് അടുപ്പത്തേക്കിടാം. ഞാൻ അടുപ്പിലാണ് ഇട്ടേക്കണം, വിറകടുപ്പിലാണ് തീ പിടിപ്പിച്ചേക്കണം. അപ്പൊ ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ജീരകക്കഞ്ഞിക്കുള്ള കഞ്ഞി തിളച്ചിരണം. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഉലുവയും ആശാളി ഇട്ട് കൊടുക്കണം കേട്ടാ. ആശാളിയും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉമ്മിച്ചാണ് പറഞ്ഞത് ഇത് ആശാളിയാന്ന്. ഇതാണ്ട് ജീരകക്കഞ്ഞിലിരുന്ന കടയിലൊക്കെ മേടിക്കാൻ കിട്ടും പാക്കറ്റിൽ. 100 ഗ്രാമൊക്കെ മതി, ഓവർ മേടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആശാളി എന്ന് പറഞ്ഞ സാധനം. ചെറിയൊരു സീഡാണിത്. ഇത് നമുക്ക് കഴുകി ഒന്ന് എടുക്കാട്ടെ, കാരണം കടയിൽ നിന്ന് മേടിച്ചതല്ല. ഞാനിത് രണ്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് കഞ്ഞിലേക്ക് ഇടാം. നമ്മ നാരങ്ങ വെള്ളത്തിലൊക്കെ കസ്കസ് ഇടൂലേ, അതേപോലെ ഇരിക്കുന്ന ഒരു സീഡാണ് ഇത്. പക്ഷെ ഇതിന് ഈ ആശാളി എന്ന് പറഞ്ഞ സാധനത്തിന് നല്ല ഔഷധ ഗുണമാണ്. നല്ല തണവും ഒക്കെ എന്ന് പറയണേ. കഞ്ഞിലിട്ട് കഴിഞ്ഞാൽ നല്ല ഔഷധ ഗുണം. അത് ഉലുവയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതിനാണ് ഞാൻ കഴുകി ഇനി കഞ്ഞിലേക്ക് ഇടാം. ഞാൻ കഴുകി കഞ്ഞിലേക്ക് ഇടേണ്ടത്. അരി അടപ്പത്തിട്ട് ഒരു തിള തിളച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഇടേണ്ടത്. കാരണം ഇതിന്റെ ഉള്ളിൽ കിടന്നത് വേവും. അതിന് വേണ്ടിയാണ്, ആ കഞ്ഞി കിടന്ന് വേവാൻ വേണ്ടിയാണിത്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കിടന്ന് വേവട്ടെ. ജീരകക്കഞ്ഞിയുടെ കഞ്ഞി വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് അതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ചിരവി എടുത്തിട്ടുണ്ട്. 2 ചുവന്നുള്ളി, ചെറുതാണെങ്കിൽ 3 എടുക്കാട്ടോ, 3 4 എടുക്കാം. 2 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ നല്ല ജീരകം കേട്ടോ, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഞാനിത് നുള്ള് മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. ഇതൊന്ന് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. കഞ്ഞി വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ആ മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളത്തോടെ നോട്ടെ ലൂസായിട്ട്, കാരണം ഈ അരപ്പും ഈ ചോറും എല്ലാം കൂടി ഒന്ന് വേവട്ടെ, ഒന്നും കൂടി ഒന്ന് വെന്ത് കുറുകട്ടെ. ഇതിനാവശ്യമായ ഉപ്പ് ഒന്ന് വെന്ത് കുറുകട്ടെ നല്ലോണം. കഞ്ഞിയും തേങ്ങരപ്പും എല്ലാവരും നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ചൂടായി. ഇത്ര അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്തുരണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ലൈറ്റ് ഇത്തിരി കുറവാണ്ടാ, ഈ സമയത്ത് കരണ്ട് പോയി. ഉള്ളിയും കറിവേപ്പിലൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് കോമ്പിനേഷനായിട്ട് പയറുവലത്തും പപ്പടമാണ് കേട്ടോ. അച്ചാറും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോയമ്പ് അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കാം. നല്ല ഹെൽത്തിയും നല്ല തടവും ശരീരത്തിനൊക്കെ കിട്ടുന്ന നല്ലൊരു കഞ്ഞിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ബൈ. ട്രൈ ചെയ്തൊക്കെ മാത്രം പോയിട്ട് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം നിങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കണ്ടോന്ന്. ഓക്കെ ബൈ.